ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കേരളത്തിലെ വ്യവസായങ്ങളാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ക്ലാസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുകയെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യ കയർ ഫാക്ടറി എവിടെയാണ്? അത് ഡാറാസ് മെയിലാണ്, ആലപ്പുഴ ജില്ലയിലാണ്. അത് സ്ഥാപിതമായത് 1859 ഡാറാസ് മെയിൽ 1859 ആലപ്പുഴ ജില്ലയിൽ സ്ഥാപിതമായത്. ഇനി ഈ കയർ ഫാക്ടറി സ്ഥാപിച്ച വ്യക്തി ആരാണ്? അത് ജെയിംസ് ഡാറ എന്നറിയപ്പെടുന്ന ഒരു ഇംഗ്ലീഷുകാരനാണ് കയർ ഫാക്ടറി സ്ഥാപിച്ചത്. ഓക്കെ, ഇനി അടുത്ത് തിരുവിതാംകൂറിലെ ആദ്യ പൊതുമേഖലാ സ്ഥാപനം ഏതാണ്? ട്രാവൻകൂർ റബ്ബർ ഫാക്ടറിയാണ്. അത് 1935 നിലവിൽ വന്നത്. അപ്പോൾ നമ്മൾ വർഷങ്ങളെല്ലാം കറക്റ്റായിട്ട് ഓർത്തിരിക്കണം. ഇന്ത്യയിൽ ആദ്യ കയർ ഫാക്ടറി 1859 ആലപ്പുഴ ജില്ലയിലാണ്. അതുപോലെ തന്നെ ട്രാവൻകൂർ റബ്ബർ ഫാക്ടറി 1935 സ്ഥാപിതമായത്. ഇനി കേരളത്തിലെ ആദ്യ തുണിമില്ല് ആരംഭിച്ചത് എവിടെയാണ്? അത് കൊല്ലം ജില്ലയിലെ പാർവതി മില്ലാണ്. 1881 സ്ഥാപിച്ചത്. 1881 കൊല്ലം ജില്ലയിൽ പാർവതി മില്ല് എന്നൊരു തുണിമില്ല് ആരംഭിച്ചു. അപ്പോൾ 3 വർഷങ്ങൾ നമ്മൾ നോക്കി. 1859 കയർ ഫാക്ടറി, 1935 റബ്ബർ ഫാക്ടറി, 1881 തുണിമില്ല്. ഓക്കെ, അടുത്ത് മലബാർ സിമന്റ്സ് കമ്പനി എവിടെയാണ്? നമ്മൾ കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ നോക്കിയതാണ്. വാളയാർ, പാലക്കാട് ജില്ലയിലാണ് മലബാർ സിമന്റ്സ് കമ്പനിയുടെ ആസ്ഥാനം. മലബാർ സിമന്റ്സ് കമ്പനിയുടെ ആസ്ഥാനം വാളയാർ ആണ്, പാലക്കാട് ജില്ലയിൽ. ഇനി കേരള കശുവണ്ടി വികസന കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെയാണ്? അത് കൊല്ലം ജില്ലയിലാണ്. കേരള കശുവണ്ടി വികസന കോർപ്പറേഷന്റെ ആസ്ഥാനം കൊല്ലം ജില്ലയിലാണ്. ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികളുള്ളത്. ഇനി ഹിന്ദുസ്ഥാൻ മെഷീൻ ടൂൾസിന്റെ ആസ്ഥാനം എവിടെയാണ്? കളമശ്ശേരി, എറണാകുളത്താണ്. ഹിന്ദുസ്ഥാൻ മെഷീൻ ടൂൾസിന്റെ ആസ്ഥാനം കളമശ്ശേരി, എറണാകുളം ജില്ലയിലാണ്. ഇനി അടുത്ത് നോക്കാം, ഇന്ത്യൻ റെയർ എർത്തിന്റെ ആസ്ഥാനം. അത് ആലുവയാണെന്ന് നമ്മൾ പണ്ട് മുതലേ പഠിക്കുന്നതാണ്. ഇന്ത്യൻ റെയർ എർത്ത് ആസ്ഥാനം ആലുവ. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ റയോൺ ഫാക്ടറി ട്രാവൻകൂർ റയോൺസ് ഫാക്ടറിയാണ്. അത് പെരുമ്പാവൂരാണ്. പെരുമ്പാവൂർ എറണാകുളം ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ പഞ്ചസാര മില്ല് എവിടെയാ? അത് പമ്പ ഷുഗർ മിൽസ്, നിരണം. നിരണം എവിടെയാണ്? പത്തനംതിട്ട. നിരണത്തിനൊരു പ്രത്യേകത കൂടെയുണ്ട്. താറാവ് വളർത്തൽ കേന്ദ്രം കൂടെയാണ് നിരണം. ഓക്കെ ആണല്ലോ. അപ്പോൾ പമ്പ ഷുഗർ മിൽസ് ആണ് കേരളത്തിലെ ആദ്യത്തെ പഞ്ചസാര മില്ല്. അത് പത്തനംതിട്ട ജില്ലയിലെ നിരണം എന്ന സ്ഥലത്താണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് തിരുവല്ല, കരിമ്പ് ഗവേഷണ കേന്ദ്രം തിരുവല്ല എന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇനി കേരളത്തിലെ ആദ്യ ഡയമണ്ട് ഫാക്ടറി സ്ഥാപിതമായത് എവിടെയാണ്? പൊന്നാർ, തൃശ്ശൂർ ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യ ഡയമണ്ട് ഫാക്ടറി സ്ഥാപിതമായത് പൊന്നാർ, തൃശ്ശൂർ. ഇതൊരു റെയർ ക്വസ്റ്റ്യൻ ആണ്, ഇത് നമ്മൾ ഓർത്തിരിക്കണം. ഇനി കേരളത്തിലെ ആധുനിക വ്യവസായശാലകൾ സ്ഥാപിതമായത് ഏത് രാജാവിൻ്റെ കാലഘട്ടത്താണ്? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരും, ഏത് വർഷമാണെന്നും ചോദിക്കും. കേരളത്തിലെ ആധുനിക വ്യവസായശാലകൾ സ്ഥാപിതമായത് 1938 ശ്രീ ചിത്തിര തിരുനാൾ കാലഘട്ടത്താണ് ഇത് സ്ഥാപിതമായത്. ഇനി കേരളത്തിൻ്റെ ആദ്യ വ്യവസായ മന്ത്രി KP ഗോപാലനാണ്. കേരളത്തിൻ്റെ ആദ്യ വ്യവസായ മന്ത്രി. ഇനി കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് എറണാകുളം ജില്ലയിലാണ്. കേരളത്തിൽ വ്യവസായങ്ങൾ കൂടുതലുള്ള നഗരം എന്നറിയപ്പെടുന്നത് എറണാകുളം ജില്ലയിലെ ആലുവ. കേരളത്തിന്റെ വ്യാവസായിക തലസ്ഥാനം എറണാകുളം, കേരളത്തിൽ വ്യവസായങ്ങൾ കൂടുതലുള്ള നഗരം ആലുവയാണ്. ഇനി ഏറ്റവും കൂടുതൽ കൈത്തറി സഹകരണ സംഘങ്ങൾ ഉള്ളത് എവിടെയാണ്? അത് തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കൈത്തറി സഹകരണ സംഘങ്ങൾ ഉള്ളത്. അപ്പോൾ ഏറ്റവും കുറവ് കൈത്തറി സഹകരണ സംഘങ്ങൾ ഉള്ളതോ? അത് വയനാട് ജില്ലയിലാണ്. ഏറ്റവും കൂടുതൽ കൈത്തറി സഹകരണ സംഘങ്ങളുള്ളത് തിരുവനന്തപുരത്തും ഏറ്റവും കുറവ് കൈത്തറി സഹകരണ സംഘങ്ങളുള്ളത് വയനാട് ജില്ലയിലുമാണ്. ഇനി കൈത്തറി ദിനമായിട്ട് പ്രഖ്യാപിച്ചത് ആരാണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് കൈത്തറി ദിനമായിട്ട് പ്രഖ്യാപിച്ചത്. അത് ഓഗസ്റ്റ് 7 കൈത്തറി ദിനമായിട്ട് പ്രഖ്യാപിച്ചത്. ഇനി കൈത്തറി തൊഴിലാളികൾക്കുള്ള പദ്ധതികൾ തനിമ എന്നും കൃതിക എന്നും അറിയപ്പെടുന്നു. തനിമ എന്നത് തിരുവനന്തപുരം ജില്ലയിലെ കൈത്തറി തൊഴിലാളികൾക്കുള്ള പദ്ധതിയാണ്. കൃതിക എന്നത് കണ്ണൂർ ജില്ലയിലെ കൈത്തറി തൊഴിലാളികൾക്കുള്ള പദ്ധതിയാണ്. ഓക്കെ ആണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ഹാൻഡ് ടെക്സിന്റെ ആസ്ഥാനം എവിടെയാണ്? അത് തിരുവനന്തപുരം ജില്ലയിലാണ്. അതുകൊണ്ട് തന്നെ കൈത്തറി തൊഴിലാളികൾക്കുള്ള പദ്ധതി തനിമ എന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. ഇനി ഹാൻഡ് വീവിന്റെ ആസ്ഥാനം കണ്ണൂർ ജില്ലയിലാണ്. അതുകൊണ്ട് തന്നെ കൈത്തറി തൊഴിലാളികൾക്കുള്ള പദ്ധതിയിൽ കൃതിക എന്ന പദ്ധതി കണ്ണൂർ ജില്ലയിലാണ്. ഇനി കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ അത് കണ്ണൂർ ജില്ലയിലാണ്.
അത് നിലവിൽ വന്നത് 1968 അപ്പോൾ നമ്മൾ ഇന്ന് കുറേ വർഷങ്ങൾ നോക്കി, അത് ഓർത്തിരിക്കണം. അടുത്തൊരു വർഷം പഠിക്കാം. കൊച്ചിയിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥാപിച്ചത് എന്നാണ്? 1978. അപ്പോൾ കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ തുടങ്ങിയത് 1968 കണ്ണൂരിലും, കൊച്ചിയിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥാപിച്ചത് ഒരു 10 വർഷം കഴിഞ്ഞിട്ട് 1978. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്റർനാഷണൽ പെപ്പർ എക്സ്ചേഞ്ച് സ്ഥിതി ചെയ്യുന്നത് എവിടെ എന്നാണ്. അത് കൊച്ചിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ പെപ്പർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന് പഠിച്ചു, അത് പന്നിയൂർ കണ്ണൂർ ജില്ലയിലാണ്. ഇനി ഇന്റർനാഷണൽ പെപ്പർ എക്സ്ചേഞ്ച് സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്. ഇന്ത്യയിൽ ആദ്യ ടൈറ്റാനിയം സ്പോഞ്ച് ലോഹ നിർമ്മാണ പ്ലാന്റ് കൊല്ലം ജില്ലയിലെ ചവറ എന്ന സ്ഥലത്താണ് ആദ്യ ടൈറ്റാനിയം സ്പോഞ്ച് ലോഹ നിർമ്മാണ പ്ലാന്റ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം, ഏറ്റവും കൂടുതൽ ഫാക്ടറികളുള്ള ജില്ല ഏതാണ്? അത് എറണാകുളം ജില്ലയാണ്. ഇനി സ്വകാര്യ മേഖലയിൽ ഏറ്റവും കൂടുതൽ വ്യവസായങ്ങളുള്ള ജില്ലയും എറണാകുളമാണ്. ഇത് നമ്മൾ ജില്ലകൾ പഠിക്കുമ്പോൾ നോക്കുന്നതായിരിക്കും. നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, വ്യവസായത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ ഫാക്ടറികളുള്ള ജില്ല എറണാകുളം, സ്വകാര്യ മേഖലയിൽ ഏറ്റവും കൂടുതൽ വ്യവസായങ്ങളുള്ള ജില്ല എറണാകുളം. ഇനി കേരളത്തിലെ ആദ്യ ടയർ നിർമ്മാണശാല അതെവിടെയാണ്? പേരമ്പ്ര, കോഴിക്കോടാണ്. അവിടുത്തെ അപ്പോളോ ടയേഴ്സ് ലിമിറ്റഡ് ആണ് ആദ്യത്തെ ടയർ നിർമ്മാണശാല. അത് പേരമ്പ്ര, കോഴിക്കോട് ജില്ലയിലാണ്. ഇനി കേരളത്തിലെ പ്രഥമ വ്യവസായ ഗ്രാമം അത് പന്മനയാണ്. പന്മന എവിടെയാ? കൊല്ലം ജില്ലയിലാണ്. ഇനി ഇന്ത്യയിൽ നിന്നും കയർ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യം ഏതാണ്? ചൈന. അതായത് ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്നത് ചൈനയിൽ ഇറക്കുമതിയാകും. അങ്ങനെ ചെയ്യുന്നത് ഏതാണ്? ചൈന. കേരള കയറിന്റെ മുദ്രാവാക്യം. കേരള കയർ ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ സുവർണ നൂൽ എന്നാണ് അതിന്റെ മുദ്രാവാക്യം. കേരള കയറിന്റെ മുദ്രാവാക്യം കേരള കയർ ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ സുവർണ നൂൽ. ഇനി നമുക്ക് നോക്കാം, കേരളത്തിലെ ആദ്യ കയർ ഗ്രാമം എന്നറിയപ്പെടുന്നത് വയലാറാണ്. അത് ആലപ്പുഴ ജില്ലയിലാണ്. ഇപ്പോൾ വയലാറിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് പുന്നപ്ര വയലാർ സമരമാണ്. അത് 1946 ഒക്ടോബറിലാണ് നടന്നത്. അത് നമ്മൾ ഇവിടെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കണം, നമ്മളത് പഠിക്കുന്നുണ്ട് മൂവ്മെന്റ്സിലൊക്കെ. ഇനി കയർ ഉൽപ്പന്നങ്ങളുടെ വിപണനവും കയറ്റുമതിയും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ രൂപം നൽകിയ സ്ഥാപനം ഏതാണ്? അത് കയർ ബോർഡാണ്. കയർ ബോർഡിന്റെ ആസ്ഥാനം എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലാണ്. അത് ഓക്കെ ആണല്ലോ. അപ്പോൾ കേരളത്തിലെ ആദ്യ കയർ ഗ്രാമം എന്നറിയപ്പെടുന്നത് വയലാറാണ്, ആലപ്പുഴ ജില്ലയിലാണ്. കയർ ഉൽപ്പന്നങ്ങളുടെ വിപണനവും കയറ്റുമതിയും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ രൂപം നൽകിയ സ്ഥാപനം കയർ ബോർഡ്, അത് ആലപ്പുഴ ജില്ലയിലാണ്. ഇനി കേരള ദിനേശ് ബി വർക്കേഴ്സ് സെൻട്രൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആരംഭിച്ചത് എവിടെയാണ്? 1969 കണ്ണൂർ ജില്ലയിലാണ് ഇതിന്റെ ആസ്ഥാനം. കേരള ദിനേശ് ബി വർക്കേഴ്സ് സെൻട്രൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആരംഭിച്ചത് 1969 കണ്ണൂർ ജില്ലയിലാണ്. ഇനി കയർ കരകൗശല വ്യവസായത്തെ സഹായിക്കുന്ന ഏജൻസികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കുറച്ച് ഏജൻസികളുണ്ട്, അത് ഏതൊക്കെയെന്ന് ആദ്യം നമുക്ക് ഓരോ പോയിന്റ് ആയിട്ട് നോക്കാം. ഒന്നാമത്തത് കേരള സ്റ്റേറ്റ് ഹാൻഡിക്രാഫ്റ്റ് അപ്പെക്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. സുരഭി എന്നറിയപ്പെടുന്നു ഇത്. കേരള സ്റ്റേറ്റ് ഹാൻഡിക്രാഫ്റ്റ് അപ്പെക്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ്, സുരഭി എന്നറിയപ്പെടുന്നു. സെക്കൻഡ് വൺ കേരള ആർട്ടിസ് ആൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ്, അത് കാഡ്കോ എന്നും അറിയപ്പെടുന്നു. അപ്പോൾ അത് നമ്മൾ ഓർത്തിരിക്കണം. അടുത്തൊരു പോയിന്റ് കൂടെയുണ്ട്, ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. ഓക്കെ ആണല്ലോ. അപ്പോൾ 3 ഉണ്ട്. കേരള സ്റ്റേറ്റ് ഹാൻഡിക്രാഫ്റ്റ് അപ്പെക്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി സുരഭി, കേരള ആർട്ടിസ് ആൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കാഡ്കോ, ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. ഇത് 3 നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഇനി ഓട് വ്യവസായത്തിന് പ്രശസ്തിയായ സ്ഥലം ഏതാണ്? ഫറൂഖ്, അത് കോഴിക്കോട് ജില്ലയിലാണ്. ഇനി ഏറ്റവും കൂടുതൽ കശുവണ്ടി ഫാക്ടറിയുള്ള ജില്ല ഏതെന്ന് ചോദിച്ചാൽ കൊല്ലവും, കശുവണ്ടി കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതെന്ന് ചോദിച്ചാൽ കണ്ണൂരുമാണ്. അപ്പോൾ നമുക്ക് ചില ക്വസ്റ്റ്യൻസ് തെറ്റിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കണം, കശുവണ്ടി കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കണ്ണൂരും ഏറ്റവും കൂടുതൽ കശുവണ്ടി ഫാക്ടറിയുള്ള ജില്ല കൊല്ലത്തുമാണ്. ഇനി കശുവണ്ടി വികസന കോർപ്പറേഷൻ രൂപം കൊണ്ട വർഷം അത് 1970 കശുവണ്ടി വികസന കോർപ്പറേഷൻ രൂപം കൊണ്ടത്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ കരകൗശല ഗ്രാമം ഏതാണ്? അത് ഇരിങ്ങൽ, കോഴിക്കോട് ജില്ലയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ കരകൗശല ഗ്രാമം. ഇനി കോഴിക്കോടിനൊരു വിശേഷണം കൂടെയുണ്ട്, ഏറ്റവും കൂടുതൽ ഇരുമ്പിന്റെ അംശമുള്ളതും കോഴിക്കോട് ജില്ലയിലാണ്. ശില്പനഗരം എന്നറിയപ്പെടുന്നതും വിശപ്പ് രഹിതപ്പെടുന്നത് കോഴിക്കോടാണ്. അത് നമ്മൾ ജില്ലകൾ പഠിക്കുമ്പോൾ നോക്കുന്നതായിരിക്കും. ഇപ്പോൾ ഈ പോയിന്റ് പറഞ്ഞപ്പോൾ നമ്മൾ ഓർത്തുന്നേ ഉള്ളൂ. ഇനി മത്സ്യത്തൊഴിലാളി സഹകരണ സംഘങ്ങളുടെ അപ്പെക്സ് ഫെഡറേഷൻ അറിയപ്പെടുന്ന പേരെന്താണ്? അത് മത്സ്യഫെഡ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ മത്സ്യഫെഡ് കൂടുതലായിട്ട് മത്സ്യഫെഡിന്റെ സഹകരണ സംഘങ്ങൾ കൂടുതലായിട്ടുമുള്ളത് ആലപ്പുഴ ജില്ലയിലാണ്. അത് നമ്മൾ ഓർത്തിരിക്കണം.
ഇനി കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന മത്സ്യം ഏതെന്ന് ചോദിച്ചാൽ ചെമ്മീനാണ്. ഇനി സംസ്ഥാന സർക്കാർ കയർ വർഷമായിട്ട് ആചരിച്ചത് ഏത് വർഷമാണെന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അത് 2010 2010 കയർ വർഷമായിട്ട് ആചരിച്ചത്. ഇനി മത്സ്യത്തൊഴിലാളികൾ കൂടുതലുള്ള ജില്ല ഏതെന്ന് ചോദിച്ചാൽ ആലപ്പുഴയും, ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ കൂടുതലുള്ള ജില്ല ഏതെന്ന് ചോദിച്ചാൽ എറണാകുളവും നമ്മൾ ഓർത്തിരിക്കണം. ഇനി മത്സ്യത്തൊഴിലാളികൾക്ക് ബയോമെട്രിക് കാർഡ് ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ കേരളമാണ്. മത്സ്യത്തൊഴിലാളികൾക്ക് ബയോമെട്രിക് കാർഡ് ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ കേരളമാണ്. ഇത്രയും നമ്മൾ ഓർത്തിരിക്കണം. ഇപ്പോൾ ഇന്ന് നമ്മൾ കേരളത്തിലെ പൊതുവായുള്ള വ്യവസായം ഏതൊക്കെയാണ്? കശുവണ്ടി വ്യവസായം പറഞ്ഞു, കയർ വ്യവസായം പറഞ്ഞു, കരകൗശലം പറഞ്ഞു, പിന്നെ നമ്മൾ എന്താണ് പറഞ്ഞത്? മത്സ്യ വ്യവസായം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത ക്ലാസ്സിന് നമ്മൾ IT വ്യവസായവും പിന്നെ വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ചില ഏജൻസികളുണ്ട്, കിൻഫ്ര പോലുള്ള പദ്ധതികളും കുറേ ഏജൻസികളുമുണ്ട്. അതിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വൈകാതെ തന്നെ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും കാണും വരേക്കും ഗുഡ് നൈറ്റ്.